Question number 14. Chapter Biomolecule. Topic is proteins. In the given pentapeptide, find out an essential amino acid Y and the sequence present in the pentapeptide are. അപ്പോൾ തന്നിരുന്ന ഒരു പെൻറ്റാപെപ്റ്റൈഡ് ആണ്. 5 അമിനോ ആസിഡുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു പെൻറ്റാപെപ്റ്റൈഡ് ചെയിൻ ആണ്. അപ്പോൾ ഇതിനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ അമിനോ ആസിഡുകൾ ഉണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ ഹൈഡ്രലൈസ് ചെയ്യാണെന്ന് വിചാരിച്ചോട്ടോ. ഇത് നമ്മൾ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന അമിനോ ആസിഡ് ഇതേ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്ന അമിനോ ആസിഡാണ്. ഇതാണ് ഫസ്റ്റ് അമിനോ ആസിഡ്. ഇത്രയും പോർഷൻ ഫസ്റ്റ് അമിനോ ആസിഡ് ആയിട്ട് മാറും. NH2 CH CHOH CH3 COOH. ഓക്കെ, പ്ലസ് അടുത്ത പാർട്ട് ഇത്രയും പാർട്ട് അടുത്ത അമിനോ ആസിഡ് ആയിട്ട് മാറും. NH CH CH2OH COOH പ്ലസ്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് അടുത്ത അമിനോ ആസിഡ്. NH2 ആണേ, NH അല്ല, NH2 ആണേ. NH2 CH2 CH CH2 COOH and COOH. റെഡി? പ്ലസ് അടുത്ത അമിനോ ആസിഡ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിക്കുന്ന അടുത്ത അമിനോ ആസിഡ്, 4ാമത്തെ അമിനോ ആസിഡ്. അത് പിന്നെ എല്ലാവർക്കും നല്ല പരിചയമുള്ള അമിനോ ആസിഡ് ആയിരിക്കും അല്ലേ? ഇതറിയാത്ത ഒരാൾ, ഈ അമിനോ ആസിഡിന്റെ പേരറിയാത്ത ഒരാളും ഉണ്ടാവില്ല. ആൻഡ് ഫൈനലി ദ ഫിഫ്ത്ത് അമിനോ ആസിഡ് ഇസ് NH2 CH3 COOH. ഈ 5 അമിനോ ആസിഡ്സിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇതിവരെയൊക്കെ പേരുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ദ ഫസ്റ്റ് വൺ ഇസ് ത്രിയോണിൻ. The second one is serine. The third one is aspartic acid. Okay, this is glycine. അതാണ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന. This is glycine. And the last one is alanine. ഇതാണ് ഇതിൽ 5 പേര്. ഇതിലെ എസെൻഷ്യൽ അമിനോ ആസിഡ് ആരാ? ത്രിയോനിൻ മാത്രമാണ് ഇതിലെ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയാവുന്നത്. ഇവൻ മാത്രമാണ് ഇതിലെ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഇവനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന വൈ. എസെൻഷ്യൽ അമിനോ ആസിഡിനെ വൈ എന്ന് മാർക്ക് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ദിസ് ഇസ് വൈ. ഓക്കെ, അപ്പൊ ത്രിയോനിൻ വൈ ആയിട്ട് വരുന്ന ഓപ്ഷൻ മാത്രം എടുത്താൽ മതി. അപ്പൊ 2ഉം 4ഉം അല്ല. ഓക്കെ, ഇനി 1ല് സെറിൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് തെറ്റാ. അപ്പൊ ത്രിയോണിൻ സെറിൻ aspartic acid, glycine, alanine. Option 3 is the right answer. ബയോമോളിക്യൂൾ എന്നുള്ള ചോദ്യമാണ്.